കരുനാഗപ്പള്ളിയുടെ വിഭാഗീയതയിൽ CPM കൊല്ലം ജില്ലാ നേതൃത്വത്തിന് മുഖ്യ പങ്കെന്നാണ് ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന ആക്ഷേപം. ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കുള്ള മാർച്ചിന് നേതൃത്വം നൽകിയ നേതാക്കളെ സംരക്ഷിച്ചു. വിഭാഗീയതയിൽ നടപടിയെടുക്കേണ്ട നേതൃത്വം ഒരു പക്ഷത്ത് മാത്രം നിൽക്കുന്നുവെന്നും പ്രതിനിധികൾ സമ്മേളനത്തിൽ ആരോപിച്ചു. മനോജ, ഒരുപക്ഷെ ഇത്തരത്തിൽ സമ്മേളനത്തിനുള്ളിൽ തന്നെ കൂടുതൽ വിഭാഗീയത ഉടലെടുക്കുകയാണ്. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ അത് കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് കടക്കാം, അല്ലെങ്കിൽ കൂട്ടരാജിയിലേക്കുമൊക്കെ നീങ്ങാമെന്നുള്ളൊരു സൂചനയല്ലേ ഇതുകൊണ്ട് പ്രകടമാകുന്നത്? ഇതിൽ തന്നെ ബ്രാഞ്ച് തലത്തിൽ തുടങ്ങി ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലോക്കൽ സമ്മേളനങ്ങളിലെത്തിയ സംസ്ഥാന നേതാക്കളടക്കം പൂട്ടിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രവർത്തകർ തന്നെ പ്രതിഷേധ മാർച്ച് നടത്തുന്നു. അത്തരത്തിൽ വലിയ തരത്തിലേക്ക് ഈ പ്രതിഷേധങ്ങൾ, ഈ ചേരിപ്പോര് മാറി വിഭാഗീയത തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ദിവസങ്ങൾക്ക് മുൻപുണ്ടായത്. സംസ്ഥാന സമ്മേളനം വരാനിരിക്കെ കൂടെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആ ഒരു സംഭവം പാർട്ടിയെ നാണം കെടുത്തി എന്നുള്ള കാര്യമാണ്. അതിൽ ഒരു വിഭാഗത്തെ മാത്രം സംരക്ഷിക്കുന്ന നിലപാടാണ് ജില്ലാ നേതൃത്വം സ്വീകരിക്കുന്നത് എന്നുള്ള വിമർശനമാണ് ഉയരുന്നത്. അതായത് ഈ ഇതിനൊക്കെ കാരണമായിട്ടുള്ള നേതാക്കളെ ഇപ്പോഴും സംരക്ഷിക്കുന്നുണ്ട്. അവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ മേൽ മാത്രം ഇത്തരത്തിൽ കുറ്റം ചാർത്തിയിട്ട് കാര്യമില്ല എന്നും പ്രതിനിധികൾ പറയുന്നുണ്ട്. അതായത് വിഭാഗീയതയിൽ നടപടിയെടുക്കേണ്ട നേതൃത്വം ഒരു പക്ഷത്ത് മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത്. പ്രശ്നം പരിഹരിക്കാനല്ല, ഈ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നേതാക്കൾ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യമാണ്. എന്തായാലും ജില്ലാ നേതൃത്വം ഒരു പക്ഷത്തോട് മാത്രം ചേർന്ന് നിൽക്കുന്നതിൽ വലിയ തരത്തിലുള്ള വിമർശനം തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. ഈ വിഭാഗീയത നേരത്തെ തന്നെ ഇത്തരത്തിൽ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകാമായിരുന്നു, എന്നാൽ ആ പ്രശ്നം രൂക്ഷമാകുവാൻ വേണ്ടി ചിലർ കാത്തിരുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഗൗരവത്തോടു കൂടി ഇവർക്കെതിരെ, നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് പ്രതിനിധികൾ ഉന്നയിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ, അതായത് നാളെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഇതിൽ നടപടിയിലേക്ക് നീങ്ങുമോ എന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ശരി, എം മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.